ഈ ആഴ്ച നിങ്ങൾക്ക് മുമ്പിൽ കീറാമുട്ടിയായി ശേഷിക്കുന്ന 4 വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്കും ദൈവികമായി നിങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് ആ നല്ല ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നിങ്ങളെ അറിയുന്നവരുടെ മധ്യത്തിൽ, അതെ, തകർന്നും തളർന്നും നിരാശപ്പെട്ടും വേദനിച്ചും കരഞ്ഞും നിങ്ങളായിരിക്കുന്ന അവസ്ഥ അറിഞ്ഞവരുടെ മധ്യത്തിൽ ആ നല്ല ദൈവത്തെ സാക്ഷിക്കുവാൻ അവസരവുമായി എന്നറിയുന്നതിൽ ഞങ്ങൾ അളവ് കുറയാതെ സന്തോഷിക്കുന്നു. ഒപ്പം നല്ല കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയവും ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ, അതെ, പറഞ്ഞാലും തീരാത്ത സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ, അനുഗ്രഹത്തിൻ്റെ വർത്തമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയട്ടെ. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കീറാമുട്ടിയായി ശേഷിക്കുന്ന, എത്ര ശ്രമിച്ചിട്ടും സോൾവ് ചെയ്യുവാൻ കഴിയാത്ത, പരിഹരിക്കുവാൻ കഴിയാത്ത 4 വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും. അപ്പോൾ വെറും വാക്ക് ദൈവം പറയത്തില്ല, മറിച്ച് വചനത്തിലൂടെ ദൈവം സംസാരിക്കും. തെളിവ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കും. ഒപ്പം ചേർന്ന് ആ ദൂതുകൾ നിങ്ങളുടേതായി തീരുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വലിയ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, ദൈവപ്രവൃത്തിയുടെ പുതിയൊരാഴ്ച നിങ്ങൾക്ക് മുൻപിലുണ്ട്. അതെ, ദൈവം നിങ്ങളെ അളവ് കുറയാതെ അനുഗ്രഹിക്കുന്ന സമൃദ്ധിയുടെ ദൈവിക വിടുതൽ നിങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ഒരു പുതിയ ആഴ്ച. വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന്, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച നിവർത്തീകരിക്കപ്പെടുവാൻ പോകുന്ന പ്രവചന ദൂതുകൾക്ക് തെളിവായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്ന ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം 24-ാമത്തെ വാക്യം മുതൽ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ ആരംഭിക്കുകയാണ്. കഫർന്നഹൂമിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം ആയിരിക്കുമ്പോൾ വലിയൊരു ആവശ്യം ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശിഷ്യനായ പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുമായി യേശുവിനെ സമീപിക്കുന്നു. എങ്ങനെ? നിങ്ങൾ ഈ സമയം വലിയ ആവശ്യവുമായി യേശുവിനെ സമീപിച്ചിരിക്കുന്നത് പോലെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, യേശുവിനെ സമീപിച്ചവർ, തങ്ങളുടെ ആവശ്യവുമായി യേശുവിനെ സമീപിച്ചവർ അന്ന് യേശു ഒപ്പമുണ്ടായിരുന്ന സമയത്തും തുടർന്ന് യേശു ഭക്തരിൽ വസിക്കുന്ന സമയത്തും, അഥവാ ഇന്നലകളിലും ലജ്ജിക്കപ്പെടുവാൻ ഇട വന്നില്ല എങ്കിൽ നിങ്ങളും ലജ്ജിക്കപ്പെടുവാൻ ഇട വരത്തില്ല. ആ ആവശ്യത്തിന്, അതെ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ ആവശ്യത്തിന് എൻ്റെ യേശു ഇന്ന് പരിഹാരം വരുത്തും. അതെ, ആ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് 1-ാമത്തെ കീറാമുട്ടിയായ പ്രശ്നം, ദൈവം പരിഹരിക്കുന്ന 1-ാമത്തെ കീറാമുട്ടിയായ പ്രശ്നം തന്നെ ദാരിദ്ര്യം, അഥവാ ഇല്ലായ്മ എന്ന കീറാമുട്ടി. അതെ സഹോദര, സഹോദരി, നിന്നെ നിരാശപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ജീവിതം തന്നെ എന്തിനു മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കും വിധത്തിൽ നീ കരയുക. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, അല്ലേ? ഭാര്യയോട് പറഞ്ഞു മടുത്തു. നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും, ആ കാര്യം ഒത്തുവന്നാൽ ശരിയാകും, അവിടെ ജോലി കിട്ടിയാൽ ശരിയാവും, അവിടെ പോകാൻ പറ്റിയ, എന്നിട്ട് അറിയാം ഇപ്പോൾ നീ പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന് നിനക്കത് വായിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഈ മനുഷ്യൻ പിന്നെയും എന്നെ പറ്റിക്കുകയാണ്, അല്ലേ? നിങ്ങളുടെ മക്കൾക്കിപ്പോൾ അതറിയാം. സഹോദരി, നടക്കാൻ പോകുന്നില്ല. അവർ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരാഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ചങ്ക് നീറിയ
നീ അവരോട് അവധി പറയുന്നേ? ചങ്ക് നീറിയാ നീ പറയുന്നേ നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും. രാത്രികളിൽ അതോർത്ത് കരയുക, എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകുവാൻ കഴിയുന്നില്ല. അവരുടെ ഭാവിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുവാൻ വേണ്ടത് എനിക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. അവർ നിർബന്ധമായി ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. മറ്റു പിള്ളേരെ പോലെ അല്ലേ, ഒന്നിനും അങ്ങനെ വാശി പിടിക്കത്തില്ല. അപ്പോൾ അറിഞ്ഞു കൊടുക്കേണ്ടത് നീയല്ലേ? കരയുക. ആവശ്യം വലുതാ, എങ്ങനെയെന്ന് അറിയത്തില്ല. ദാരിദ്ര്യം കേൾക്ക്, ആ ദാരിദ്ര്യത്തെ എൻ്റെ യേശു ഇന്ന് നീക്കുകയാ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ തലമുറകളുടെ മുമ്പിൽ, സഹോദര നിന്റെ ഭാര്യയുടെ മുമ്പിൽ, നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയാതെ, ചെയ്യേണ്ടത് ചെയ്യുവാൻ കഴിയാതെ തലകുനിച്ച് മുറിക്കകത്ത് പോയി നെടുവീർപ്പെട്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് എൻ്റെ യേശു ഈ ആഴ്ചയിൽ അറുതി വരുത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, വലിയൊരു മാറ്റം കൊണ്ട് മാത്രമേ ദൈവദാസനെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ അല്ലെ, വലിയൊരു മാറ്റം. പക്ഷേ അങ്ങനെ മാറ്റത്തിന്റെ അനുഭവങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ലല്ലോ. സ്തോത്രം. ഈ സമയം എനിക്ക് ഓർമ്മ വരുന്നത് ആ 3 രാജാക്കന്മാരുടെ മുമ്പിൽ പെട്ടുപോയ, 3 രാജ്യങ്ങളുടെ മുമ്പിൽ പെട്ടുപോയ ദൈവത്തിന്റെ ജനത്തിന്റെ രാജാവിനെ കുറിച്ചാണ്. സൈന്യം ചുറ്റുവളയുക, നല്ലതൊന്നും കാണാനില്ല, മൃഗങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും, ദാഹം കൊണ്ട് വലഞ്ഞ് മരുഭൂമിയിൽ മരിക്കും, മൃഗങ്ങൾ മരിക്കും, മനുഷ്യർ മരിക്കും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ വചനം പറയുന്നു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എങ്കിലും കുഴികൾ നിറയും, നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിക്കും, നിങ്ങൾക്ക് തൃപ്തി വരും. ആവർത്തിച്ചു പറയട്ടെ, വലിയൊരു മാറ്റം നിന്റെ ജീവിതത്തിൽ, ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകണമെങ്കിൽ, ഇന്നൊന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയണമെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടായാലേ പറ്റൂ എന്ന് നിന്റെ മനസ്സ് നിന്നെ പറഞ്ഞ് പഠിപ്പിച്ച് മടിപ്പിക്കുമ്പോൾ കേൾക്ക്, ഒന്നും മാറിയില്ലെങ്കിലും നിന്റെ ആവശ്യത്തിന് വേണ്ടത് ഈ ആഴ്ച എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, സഹോദരി നിന്റെ മക്കളുടെ കാര്യം ക്രമപ്പെടുത്തുവാൻ വേണ്ടത്, സഹോദര അതെ മാതാവ് പിതാവ് നിങ്ങളുടെ മകളുടെ വിവാഹം മുടങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടത് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ട്രീറ്റ്മെന്റ് മുടങ്ങിപ്പോകാതിരിക്കുവാൻ വേണ്ടത് കരത്തിൽ വേണമോ, ട്രീറ്റ്മെന്റ് ഇല്ലാത്ത സൗഖ്യം വേണമോ? യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് തരുവാൻ എന്റെ കർത്താവിന്റെ പക്കലുണ്ട്. അവൻ നിന്നെ സൗഖ്യമാക്കിയ. ഓ താങ്ക് യു ലോർഡ്. വിട്ടുമാറാതെ വെളിപ്പെട്ട് നിൽക്കുന്ന ആ രോഗം, നിന്റെ ആവശ്യം ഇപ്പൊ രോഗസൗഖ്യത്തെക്കാൾ ഉപരി നീ ദൈവത്തോട് പറയുന്നത്, ദൈവമേ ആ ആശുപത്രിയിൽ പോകുവാൻ, ആ ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ, ആ സർജറി ചെയ്യുവാൻ അല്ലേ. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നീ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ സർജറി നടക്കുക. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. നിന്റെ ശരീരത്തിൽ തന്നെ സഹോദരി, നിന്റെ ശരീരത്തിൽ തന്നെ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന, നിന്റെ ശരീരത്തെ തളർത്തി കളയുന്ന, ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ സർജറി നടക്കുക. ആമേൻ. ചില അവയവങ്ങളുടെ ചുരുക്കം, ആ കിഡ്നിയിലെ ചുരുക്കം, യെസ് യേശുവിൻ നാമത്തിൽ നിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് ഡോക്ടർ വലിയ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ നീ ബുദ്ധി കൊണ്ട് ചിലത് ആലോചിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. ആ ആശുപത്രി പോയാൽ അയ്യോ അവിടെ ഭയങ്കര ചിലവാണല്ലോ, ആശുപത്രി പോകണോ, സൗഖ്യം വേണോ? യെസ്, യേശുവിൻ നാമത്തിൽ നിന്നോട് സൗഖ്യം പ്രവചിക്കുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. കാരണം നീ ഇപ്പോൾ സൗഖ്യമാകുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ആ ശ്വാസകോശത്തിലെ ചുരുക്കം മാറുക. സ്തോത്രം. ആമേൻ. ദാരിദ്ര്യം, നല്ലവണ്ണം ഭക്ഷണം പോലും കഴിക്കുവാനില്ല. സ്തോത്രം. വലിയൊരു മാറ്റം വേണം. ഇന്നത്തെ അവസ്ഥ മാറണം. ആ വീടിന്റെ പണി പൂർത്തീകരിക്കണമെങ്കിൽ, ആ വാഹനം CC കാർ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ, ലോൺ അടച്ചു തീർത്ത് അത് നിന്റെ തന്നെയായി നിലനിർത്തി നിനക്കതിൽ പാർക്കണമെങ്കിൽ, അയ്യോ ദേവദാസനെ കരയുക. കഷ്ടപ്പെട്ട് വെച്ച വീടാ, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു, അയ്യോ ഇതാ കടക്കാർ കൊണ്ടുപോകും. വലിയൊരു മാറ്റം. എന്റെ ഇന്നത്തെ അവസ്ഥ മാറണമെങ്കിൽ ചെറിയതൊന്നും കൊണ്ട് സാധ്യമല്ല. വലിയൊരു മാറ്റം, വലിയൊരു മാറ്റം. നോ, ഞാൻ കാണുന്നില്ല. വലിയൊരു മാറ്റത്തിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. നീ സാധ്യത കാണുന്നില്ലായിരിക്കാം, പക്ഷേ നീ ഇപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് വലിയ മാറ്റത്തിനുള്ള സാധ്യതയും. നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 1 മുതൽ താഴേക്ക് നിങ്ങൾ
തിരിച്ചു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്ക് പത്രോസ് എന്ന ശിഷ്യൻ, പിന്നീടത്തെ ശിഷ്യൻ കേൾക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയാണ്. ആ വാക്ക് കേൾക്കുന്ന സമയം വരെ ഒരു മാറ്റവും തന്റെ ജീവിതം മാറുവാൻ തക്കവണ്ണം അവിടെ സംജാതമായിട്ടില്ല. വല വീശി തുടങ്ങിയ സമയത്തെ അതേ അവസ്ഥ തന്നെയാണ്. ഒന്നും കേറുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. കാലാവസ്ഥ മാറിയിട്ടില്ല. കടലിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി അകത്തുള്ളത് പുറത്തു വരുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കടൽ കലങ്ങുമ്പോൾ മത്സ്യം പുറത്തു വരും. ചില സമയം പുറത്തുള്ള മത്സ്യം അകത്തേക്ക് പോകും, ഉള്ളിലേക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും സംജാതമായിട്ടില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വേണമെങ്കിൽ നിന്റെ വാക്കിന് വിലയിറക്കാം, അല്ലാതെ വല നിറയുന്ന ഒരു സാഹചര്യവും ഇല്ല. അത് തന്നെ, വല നിറയുന്ന നിന്റെ അവസ്ഥ മാറുന്ന ഒരു സാഹചര്യവും ഇല്ല. ആ ജോലി വെച്ചിട്ട് നിനക്കറിയാം സഹോദരി, അവിടെ നിന്നുകൊണ്ട് നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒന്നും നേടുവാൻ കഴിയത്തില്ല. ദാരിദ്ര്യത്തിൽ തന്നെ തുടരേണ്ടി വരും. കേൾക്ക്, സാഹചര്യം അല്ല മാറുന്നേ, നീ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നത് കൊണ്ട് നിന്റെ അവസ്ഥ മാറുവാൻ പോകുക. നിന്റെ ദാരിദ്ര്യം എന്ന ഇല്ലായ്മ എന്ന അവസ്ഥ മാറുവാൻ പോകുക. ആ തൊഴിലനുഭവം മാറുവാൻ പോകുക. ഇതുവരെയും വലിച്ചു കയറ്റിയത് ശൂന്യതയുടെ വലയാണെങ്കിൽ, ഇതുവരെയും പറഞ്ഞു പരിതപിക്കുവാൻ ഉണ്ടായിരുന്നത് ദാരിദ്ര്യത്തിന്റെ കഥകളാണെങ്കിൽ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ഇനി സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച്. ഹൗ ഈസ് പോസിബിൾ? അയ്യോ, ഇതെങ്ങനെ സാധ്യമായി? നീ ചോദിക്കുവാൻ പോകുക. അതെ, നീ ചോദിക്കുവാൻ പോകുക, ഇതെങ്ങനെ സാധ്യമായി, ഇതെങ്ങനെ സാധ്യമായി? വല നിറയുവാൻ പോകുക. നിന്റെ ദാരിദ്ര്യം ഈ ആഴ്ച എന്റെ യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ പോകുക. കാരണം പത്രോസ് തന്റെ ആവശ്യവുമായി വന്നു ചേർന്നത് യേശുവിന്റെ അടുക്കലാണ്. സ്തോത്രം. ഒരുപക്ഷേ പത്രോസ് തന്റെ ഇന്നലകളിലെ നിക്ഷേപ പത്രങ്ങളിലൊക്കെ പരതി നോക്കിയിരിക്കാം. താൻ അറിയുന്നവരുടെ അടുക്കലൊക്കെ പോയിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളെ പോലെ ആര് സഹായിക്കും? സഹായിക്കേണ്ടവരുണ്ട്, അല്ലേ? ഇന്നലകളിൽ നിങ്ങൾ സഹായിച്ചവർ, കൂടെ നിന്നവർ. ഒരു കാര്യം പറയട്ടെ, ആരെങ്കിലും നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ സഹായിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ, ഞാൻ പറയും, നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരിൽ രണ്ടാമത്തവർ. അപ്പൊ ഒന്നാമത്തവനായിരുന്നു ചോദിക്ക്? ഞാനാണ്, ഞങ്ങളാണ്. ഞങ്ങളെങ്ങനെയാ ഞങ്ങളെ പല പ്രിയപ്പെട്ടവരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, എന്നാൽ അവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ അപ്പുറമായി ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ മാനുഷികമായി, അത് തന്നെ, ആ മണ്ടനായതുകൊണ്ട് മാനുഷികമായി ഞങ്ങൾ ചിന്തിക്കും, അവർ കൂടെ കാണും, അവർ കൂടെ നിൽക്കും, കൂടെ നിൽക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? ആമേൻ. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോ നോക്കിയേ, പത്രോസ് തന്നെ സഹായിക്കുമെന്ന് താൻ കരുതിയവർ അവരുടെ അടുക്കലൊക്കെ പോയി നിരാശപ്പെട്ട് മടങ്ങി. നിക്ഷേപ പാത്രങ്ങളിലൊക്കെ തപ്പി കാണാനില്ല. ATM കൊണ്ടിട്ട് കുത്തി അടിച്ചു, മിനി സ്റ്റേറ്റ്മെന്റ് എടുത്തു, നോ രക്ഷ. പഴയത് തന്നെ 3 പ്രാവശ്യം ആയപ്പോ 23 രൂപയും കൂടെ പോയി, അല്ലേ? അങ്ങനെയല്ലേ ഉള്ളതും കൂടെ പോകുന്ന. അയ്യടാ, പലർക്കും ചിരി വരിക. ചിരിക്കുന്ന കാര്യമാണ്. അതാണേ, നമ്മൾ ചിരിച്ചാൽ മതി, ഉള്ളിലെ കരച്ചിൽ ആരും കാണണ്ട. അവസാനം എന്ത് ചെയ്തു? പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നു. പത്രോസിനറിയാം, ഇനി യേശുവിലൂടെ ഒരു രക്ഷയുള്ളൂ. അതേ സഹോദരി, ഇനി യേശുവിലൂടെ ഒരു രക്ഷയുള്ളൂ. നിനക്കതറിയാം. അതുകൊണ്ട് നീ യേശുവിന്റെ അടുക്കലായിരിക്കുന്നു. സഹോദര, മാതാവേ, പിതാവേ, നിന്റെ തലമുറകളുടെ ഇന്നത്തെ ഈ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയുടെ അവസ്ഥ മാറണമെങ്കിൽ, ദാരിദ്ര്യം നിന്റെ തലമുറയുടെ കുടുംബജീവിതത്തെ തകർത്തിരിക്കുന്നു. ഓ സ്തോത്രം. ആമേൻ. ഒരു ആമേൻ പറ. നിന്റെ തലമുറയുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ആണിക്കല്ല് ദാരിദ്ര്യമാണ്. അത് മറച്ചു വെക്കുവാൻ വേണ്ടി പല പല കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട്. അവൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവളെ പഠിപ്പിച്ച പഠിത്തം. അതൊന്നും അല്ലെന്നേ. ദാരിദ്ര്യം ഒരു പരിധിയിൽ കൂടുതൽ മനുഷ്യന് സഹിക്കുവാൻ കഴിയത്തില്ല. അത് തിരിച്ചറിയുന്ന കർത്താവ് ആ ദാരിദ്ര്യത്തെ നീക്കിയ. യെസ്, പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് യേശുവിന്റെ അടുക്കൽ പത്രോസ് കടന്നു വന്നതുപോലെ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം അവന്റെ ശബ്ദം കേട്ടായിരിക്കുന്നത് കൊണ്ട് ഈ ആഴ്ച ദാരിദ്ര്യമെന്ന കീറാമുട്ടിയായ, എത്ര പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയത്തിന് യേശു പരിഹാരം വരുത്തും. നോക്കൂ, രണ്ടാമതായി കൺഫ്യൂഷൻ എന്ന കീറാമുട്ടിയായ പ്രശ്നത്തിന് എന്റെ യേശു
ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരം വരുത്തിയ കൺഫ്യൂഷൻ എന്ന കീറാമുട്ടിയായ പ്രശ്നത്തിന് അതേ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പലർക്കും കൺഫ്യൂഷനാണ്. ഏത് ജോലിക്ക് പോകണം, ആ ജോലിക്ക് പോകണോ, ഈ ജോലിക്ക് പോകണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ. പലരുടെ കൺഫ്യൂഷൻ രാവിലെ 8 മണിക്ക് ജോലി സൈറ്റിൽ കയറാനുള്ളതാണെങ്കിൽ 10 മണിയായാലും തീരത്തില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കുക. ആ കൺഫ്യൂഷൻ ദൂത് കൊണ്ട് മാറുന്നതല്ല, പ്രാർത്ഥന കൊണ്ട് മാറുന്നതല്ല, നല്ല അടിയുടെ കുറവാ. സഹോദര, നിന്നോട് എനിക്ക് പറയാമല്ലോ, നമ്മൾ ക്രിസ്തുവിൽ സഹോദരങ്ങളല്ലേ, അപ്പോൾ 2 അടിയുടെ കുറവുണ്ട്. ആമേൻ. പണി സമയം കഴിഞ്ഞിട്ടും കൺഫ്യൂഷൻ മാറുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ വേറെ. ആമേൻ. ആ രാജ്യത്ത് പോയാൽ രക്ഷപ്പെടുമോ? ഈ രാജ്യത്ത് പോയാൽ രക്ഷപ്പെടുമോ? അവിടെ ജോലി കിട്ടിയാൽ, ഒരിടത്ത് നിൽക്കുമ്പോൾ അടുത്തടുത്ത് പോയാൽ നല്ലതാ, വർധനവും വിശാലതയും ആവശ്യമാണ്. പക്ഷേ ദൈവാലോചനയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകണം. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് തന്നെ അറിയാം, ചിലത് വെറും ഭൗതികതയിൽ മാത്രം ഊന്നിയുള്ള ആഗ്രഹങ്ങളും വർധനവുമാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ചിലത് വെറും ഭൗതികതയിൽ, നീ വെറും ഭൗതിക മനുഷ്യനല്ല, ഭൗതികത മാത്രമല്ല, നിന്നെ ഭൗതിക ജീവിതത്തിൽ ഉയർത്തുന്നത് നിന്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയാണ്. തിരിച്ചറിയുക. നിനക്ക് ആത്മീയമായി വളർന്നു മാത്രമേ ഭൗതികമായത് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വെറും ഭൗതികതയിൽ ഊന്നിയുള്ള യാത്ര, ആ തീരുമാനം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. നിനക്ക് ആത്മീയമായി വളരുവാൻ കഴിയുന്നതും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നതുമായ വളർച്ചയിലേക്ക് ലക്ഷ്യം വയ്ക്ക്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, പ്രവചിച്ച് പറയട്ടെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂച്ചർ നിനക്ക് അവിടെ കർത്താവ് ഒരുക്കി തരും. യേശുവിൻ നാമത്തിൽ. വെറും ഭൗതികത നമുക്ക് വേണ്ട. ദൈവത്തെ വിട്ടുള്ള ഒരു ഭൗതികതയും നമുക്ക് വേണ്ട. നോക്കൂ, പത്രോസിന് യേശുവിനെ വിട്ടൊരു ഭൗതികതയില്ല. ഇന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നത് പോലെ വെറും സ്പിരിച്വൽ, വെറും ആത്മീകം അല്ല. യേശുവിന്റെ അടുക്കൽ പത്രോസ് വന്നത് വീണ്ടും പ്രാർത്ഥന പഠിപ്പിക്കണം യേശുവേ എന്ന് പറയാനല്ല. പ്രാർത്ഥനയൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആവശ്യഭാരവുമായി യേശുവിന്റെ അടുക്കൽ വരിക. യേശുവേ, ഇതാണ് ആവശ്യം, ഞാൻ വലിയ കൺഫ്യൂഷനിലാണ്. നമ്മളെ കൺഫ്യൂഷനിലാക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഇപ്പോൾ തീരട്ടെ. ആമേൻ. യേശുവിന്റെ പക്കൽ എല്ലാം ഉണ്ട്. ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. അപ്പോൾ ചില കൺഫ്യൂഷൻ കർത്താവ് ഇന്ന് മാറ്റുക. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ധൈര്യമായി ആ വിവാഹവുമായിട്ട് മുൻപോട്ട് വയ്ക്കും. വേണ്ട തക്ക സമയത്ത് കരങ്ങളിൽ കർത്താവ് ഒരുക്കും. നിന്റെ മകളുടെ തീരുമാനം, നിന്റെ മകന്റെ തീരുമാനം അത് തെറ്റല്ല എന്ന് കാലം ലോകത്തിന് മുമ്പിൽ സാക്ഷ്യം പറയും. ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ. കാരണം അവൾ ദൈവമുള്ളവളാണ്, അവൻ ദൈവമുള്ളവനാണ്. യേശുവിൻ നാമത്തിൽ ആ വിവാഹം നടക്കുന്ന കൃപയ്ക്കായി ത്യാഗിലോട്. ആ രാജ്യത്ത് നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യേശുവിനോടൊപ്പം ആ രാജ്യത്തേക്ക് കടന്നുപോകും. ആമേൻ. നീ കേട്ടിട്ടില്ലേ ഈ ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ? ആ രാജ്യത്ത് പോയി പെട്ടുപോയവരുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഗലീല കടലിൽ കാറ്റാഞ്ഞു വീശും. ഗലീല കടലിൽ കാറ്റാഞ്ഞു വീശിയാൽ തിര ഉയർന്നു പോകും. ഗലീല കടലിൽ കാറ്റാഞ്ഞു വീശി തിര ഉയർന്നു പോകിയാൽ യാത്ര ചെയ്യുന്ന പടകുകൾ മുങ്ങുമാറാകും. പക്ഷെ യേശു കൂടെ ഉള്ളത് കൊണ്ട് മുങ്ങത്തില്ല, മുങ്ങുമാറാകത്തേ ഉള്ളൂ. പല പടകുകളും മുങ്ങിപ്പോയതായി വാർത്ത വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ തലമുറയുടെ പടക് മുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യേശു കൂടെ ഉള്ളത് കൊണ്ട്, അതെ, യേശുവിനൊപ്പം സഞ്ചരിക്കുക. നീ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നീ യേശുവിനൊപ്പമായിരിക്കുന്നു. അവന്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. അവിദ്യാഭ്യാസ മേഖല, ആ കൺഫ്യൂഷൻ ഇന്ന് കർത്താവ് മാറ്റുക. റൈറ്റ് ഡിസിഷൻ. ത്യാഗിലോടെ യേശുവിൻ നാമത്തിൽ ശരിയായ ഡിസിഷൻ. ആ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, ആ വാങ്ങലുമായി ബന്ധപ്പെട്ട്, ആ ജോലിയുമായി ബന്ധപ്പെട്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. ആമേൻ. സ്തോത്രം. യേശുവുണ്ടോ? ഒരിക്കൽ കൂടി, യേശുവുണ്ടോ കൂടെ? ലക്ഷ്യം വെറും ഭൗതികത മാത്രമാണോ? അല്ല എങ്കിൽ കൺഫ്യൂഷൻ ഇന്ന് തീരും. പത്രോസിന്റെ കൺഫ്യൂഷൻ തീർന്നു. യേശു പറയാ, ഞാനുണ്ടടാ. ആമേൻ. യേശു ഉണ്ടെന്നേ. ലോകത്തിലേക്ക് നോക്കട്ടെ, യേശുവുണ്ട്, നിന്നോടുകൂടെ യേശുവുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകും.
ദൈവഹിതത്തിനായുള്ള അലച്ചിലിന് ഇന്ന് അറുതി വരിക. ആമേൻ. നോക്കൂ, മൂന്നാമതായി ഈ ആഴ്ച ഇടർച്ച എന്ന കീറാമുട്ടി പ്രശ്നത്തിന് ദൈവം പരിഹാരം വരുത്തും. ഇടർച്ച നോക്കൂ, 17:27. തർക്കങ്ങളാണ്, പരസ്പരം തർക്കങ്ങൾ, കലഹങ്ങൾ. സ്തോത്രം. ആമേൻ. ശുശ്രൂഷ മേഖലയിൽ മാത്രമല്ല, അതവിടെ നിൽക്കട്ടെ, അതിനുവേണ്ടി കുറയണം. കുടുംബത്തിനകത്ത് തർക്കം. സ്തോത്രം. ഒരാളൊന്ന് പറയും, അടുത്ത ആളൊന്ന് പറയും, പിന്നെ വഴക്കായി, വക്കാണമായി. ഈ ഏറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തവരുടെ അടുക്കലാണ് തർക്കം തീർക്കാൻ പോകുന്നത്. നോ. സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് തർക്കം തീർക്കുവാനുള്ളത് യേശുവാണ്. ആ യേശു നിനക്കൊപ്പമുണ്ട്. അവന്റെ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുക. നീ ഇടർച്ചയാകുവാൻ, സഹോദരി നീ ഇടർച്ചയാകുവാൻ, സഹോദര നീ ഇടർച്ചയാകുവാൻ, മക്കളെ നിങ്ങൾ ഇടർച്ചയാകുവാൻ എന്റെ യേശു അനുവദിക്കത്തില്ല. ത്യാഗിലോട് യേശുവിൻ നാമത്തിൽ ഇടർച്ചകൾ മാറിപ്പോവുകയാണ്. എല്ലാ തർക്കങ്ങളും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഭവനത്തിനകത്തെ തർക്കങ്ങൾ മാറിപ്പോവുക. ഭർത്താവ് ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്, മക്കളൊന്ന് പറയും, അയൽപ്പക്കക്കാരൊന്ന് പറയും. സ്തോത്രം. ആമേൻ. ഞാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആമേൻ പറയാമോ? യേശുവേ, ഇവരുടെ വീട്ടിനകത്തേക്ക് സ്വാധീന ശക്തിയോടെ കടന്നു വരുന്ന പുറത്തു നിന്നുള്ള എല്ലാ വാക്കുകളെയും അടിയൻ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആമേൻ. ഒരുത്തന്റെ വാക്കും ഒരുത്തിയുടെ വാക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്ന കാരണമായി തീരരുത്. ആമേൻ. സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ വാക്കുകൾ മാത്രം, നിങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ മാത്രം. എല്ലാ തർക്കങ്ങളും മാറിപ്പോകട്ടെ. കുടുംബ ജീവിതത്തിനകത്തുള്ള എല്ലാ കലഹങ്ങളും മാറിപ്പോകട്ടെ. ഭാര്യ, ഭർത്താവ്, സ്നേഹത്തിൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. സഹോദരി, ആ കലഹം മാറുക, ആ തർക്കം മാറുക, പരസ്പരമുള്ള വെല്ലുവിളിയും വാഗ്വാദവും മാറുക. ഇനി കുടുംബ കോടതി തേടി നടക്കുവാൻ, വക്കീലിനെ തേടി പുറത്ത് ആ സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആമേൻ. നീ വക്കീലിന് ക്ലാസ് എടുക്കാൻ പോവുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അതങ്ങനെയാ കേട്ടോ. ആമേൻ. സ്തോത്രം. എല്ലാ തർക്കങ്ങളെയും കർത്താവ് മാറ്റും. ആ വഴക്കുകളെ കർത്താവ്, ആ വഴി തർക്കങ്ങൾക്ക് കർത്താവ് പരിഹാരം വരുത്തി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ചില ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില തർക്കങ്ങൾക്ക് കർത്താവ് ഈ ആഴ്ച പരിഹാരം വരുത്തുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയും. നിന്റെ അവകാശത്തിന് മേൽ പടർന്നു കയറിയ ചില വ്യക്തികൾ പിന്മാറുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നോക്കിയേ, നാലാമതായി എവിടെ നിന്നെന്ന കീറാമുട്ടിയായ ചോദ്യത്തിന് ഇന്ന് ഉത്തരമുണ്ടാകും. ഈ ആഴ്ച നീ ആ ഉത്തരം കാണും. 17:27. എവിടെ നിന്ന്, ആരിൽ നിന്ന്? അത് തന്നെ. ആരുടെ അടുത്ത് പോകും, എവിടെ പോകും? നാട്ടുകാരൊക്കെ ഓട്ടിക്കും. നീ ഇപ്പൊ ഭയങ്കര പള്ളിക്കാരനല്ലേ, നീ ഇപ്പൊ ഭയങ്കര വിശ്വാസിയല്ലേ. പത്രോസ്, നീ മറ്റേ യേശുവിൻ്റെ ഇടയിൽ നടക്കുന്നു, പിന്നെ നിനക്കിനിപ്പോ ഞങ്ങൾ എന്തിനാ തരുന്നേ? ഒരവസരം നോക്കിയിരിക്കുക. യേശുവിൻ്റെ അടുക്കലുണ്ട്. യേശു പറയുക, പത്രോസേ, അവിടെ ചതുർദ്രഹ്മ പണവുമായി ഒരു മത്സ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. പത്രോസ് ആവശ്യക്കാരനായി മാറിയപ്പോഴേ മത്സ്യം റെഡിയായി നടക്കുക. പത്രോസേ, വാ, ഞാൻ വെയിറ്റ് ചെയ്യുക. ഇതാ ഞാൻ കൊണ്ട് നടക്കേണ്ടതല്ലാത്തൊരു സാധനവും കൊണ്ട് ഞാൻ നടക്കുക. നിനക്ക് വേണ്ടി ദൈവിക കരുതലുകൾ നിന്റെ പിന്നാലെ വരിക. യേശുവിൻ നാമത്തിൽ നീ അത് പ്രാപിക്കുക. ഈ ആഴ്ച ആ ദൈവിക കരുതൽ നീ പ്രാപിക്കും. എവിടെ നിന്നുള്ള ചോദ്യത്തിന് ഈ ആഴ്ച ഉത്തരമാകും. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, അതെ, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് നിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുവാനുള്ളത് എന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തന്നെ. നീ പ്രതീക്ഷിക്കാത്ത രാജ്യത്ത് നിന്ന്, നീ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. അതെ, നീ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നിന്റെ അവസ്ഥ മാറ്റുവാനുള്ളത് എന്റെ യേശു. ഒരാമേൻ പറയും. അമേൻ. നീ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുവാൻ പോവുക. ഈ ആഴ്ച പ്രതീക്ഷിക്കാത്തത് സംഭവിച്ച് ആ കീറാമുട്ടിയായ പ്രശ്നം എവിടെ നിന്ന്, ആരിൽ നിന്ന്, എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം വരിക. താങ്ക് യു ലോർഡ്. കരം കൊടുക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. സ്തോത്രം. ലോൺ അടയ്ക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും, ജപ്തിയായി പോകും. കർത്താവ് വഴി തുറക്കും. വിശ്വസിക്കുന്നു, കർത്താവ് വഴി തുറക്കും. ഫീസ് അടയ്ക്കണം, ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നു, കർത്താവ് വഴി തുറക്കും. യേശുവിൻ നാമത്തിൽ കരം നീട്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആമേൻ. സ്തോത്രം. തിരഞ്ഞു നോക്കുന്നുണ്ട് ചില നിക്ഷേപ പാത്രങ്ങളിൽ. പേഴ്സിന് മേൽ കരവച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഈ പേഴ്സിനെ ഇപ്പോഴങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. പാസ്റ്ററെ, ചുമ്മാ നിറയൂ. പത്രോസിന് ഈ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ വീശിയിട്ടും കിട്ടിയില്ലല്ലോ, പിന്നെ നിറയും. ആമേൻ. നീ വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുമെങ്കിൽ നിറയും. ആമേൻ. നിറവ് വർദ്ധനവിലേക്ക് നടത്തുവാനും
ഈ കേൾപ്പിച്ച ഓരോ ദൂതുകളും ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനും പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്നായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട, മടിക്കരുത്. പ്രൈസ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുകയും ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുകയും ചെയ്യുക. ഇതുപോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി, അതേ യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് അവിധത്തിൽ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന, വർധനവ് പ്രാപിക്കുന്ന ഒത്തിരി പേരിൽ ഒരാളായി നിങ്ങൾ മാറട്ടെ. അതിനായി കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് തത്സമയം അറിയിക്കുവാനായി കഴിയും. തത്സമയം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധനയുണ്ട്. പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. ലൈവും ഉണ്ട്. നിങ്ങൾ ഒരു ആരാധന മിസ് ചെയ്ത് എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. വൈകുന്നേരം 3 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ 2ാമത്തെ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. 3 മണി മുതൽ. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു. ഈ ആഴ്ച അടിയറ കേൾക്കുന്ന ഇവർ ഈ വാഗ്ദത്തങ്ങൾ ഓരോന്നും പ്രാപിച്ചെടുത്ത് കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളിലൂടെയും അത്ഭുതങ്ങളെ പ്രവർത്തിച്ച സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാക്കിയ അതേ സ്നേഹവും കരുതലും ആ ദൈവപ്രവൃത്തി ഞങ്ങൾ അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഇവർ സാക്ഷികളായി മാറട്ടെ. ഇവരിലെ എല്ലാ ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. ഇവരിലെ ശൂന്യതകളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ശൂന്യത വിട്ടുമാറട്ടെ, ദാരിദ്ര്യം നീങ്ങിപ്പോകട്ടെ, സമൃദ്ധി വെളിപ്പെടട്ടെ. ആമേൻ. അടുക്കളയിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്ക്. അടുക്കളയിലെ ശൂന്യത മാറുക. ഓ താങ്ക് യു ലോർഡ്. ജോലി സ്ഥലത്തെ ശൂന്യത മാറുക. യാത്രയിലായിരിക്കുന്ന സഹോദര പ്രാർത്ഥിക്ക്. യാത്ര ചെയ്യുവാൻ കർത്താവ് വാഹനം തരിക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. സാമ്പത്തികം അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. ബലം നിറയ്ക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ബന്ധിക്കപ്പെടാതിരിക്കുവാൻ, ഇടർച്ചയായി തീരാതിരിക്കുവാൻ പത്രോസിന് വേണ്ടി കരുതിയ കരുതൽ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികൾ നൽകി മാനിക്കണമേ അപ്പ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ. തൊഴിലവസരങ്ങൾ, അനുഗ്രഹമായ തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ. ഇന്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ നൽകണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. എല്ലാ വിസ പ്രോബ്ലങ്ങളും മാറട്ടെ. വിസ പ്രോസസ്സിങ്ങുകൾ നടക്കട്ടെ. തടസ്സം മാറട്ടെ. നന്മ കാണുന്നതിന് തടസ്സമായി മാനുഷികമായി പൈശാചികമായി വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും മാറിപ്പോകട്ടെ. പൈശാചികമായ ആധിപത്യങ്ങളും വാഴ്ചകളും ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. വിളിശാപങ്ങളും നേർച്ച കാഴ്ചകളും വിടക്ക് കണ്ണുകളും മാറിപ്പോകട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമൃദ്ധി തലമുറകളിൽ വെളിപ്പെടട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഓ സ്തോത്രം. രോഗികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ. കിടക്കയിലാക്കി കളഞ്ഞ രോഗങ്ങൾ മാറിപ്പോകട്ടെ. നിരന്തരമായി ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ, അതിന് കാരണമായ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോ. ഓ താങ്ക് യു ലോർഡ്. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കൃപാവരങ്ങളാൽ ജ്വലിക്കുന്ന ശുശ്രൂഷകന്മാരായി ഇവർ മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ചെയ്യപ്പെടുന്ന എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.